ഇന്നേ ഞാൻ ഭയങ്കര ഹാപ്പിയാണേ. എന്താന്ന് ഫ്രിഡ്ജ് ചോദിച്ചാൽ വന്നോണ്ട്. നമ്മുടെ വീട്ടിലോട്ട് ഇന്ന് പുതിയൊരു അംഗം കൂടി എത്തിയിട്ടുണ്ട്. നമ്മൾ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി. ഇപ്പം നേരത്തെ നമ്മുടെ റെഡ് ഫ്രിഡ്ജ് 20 അത് എന്ന് കിട്ടിയതാമേ? അത് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അടുക്കള കാണാൻ വന്നപ്പം ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാ. 19 വർഷം കഴിഞ്ഞ് 20 വർഷം ആകാൻ പോകുന്നു. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച അവൻ പണി മുടക്കി. അപ്പോൾ എന്നാ ഉപേക്ഷിച്ചിട്ടല്ല, അതിനെ നന്നാക്കി എടുക്കണം. പക്ഷെ പുതിയ അതിൻ്റെ ഡോറൊക്കെ അത്രയും പഴക്കമായില്ലേ, ആ അതുകൊണ്ട് പക്ഷെ ഈ ഫ്രിഡ്ജ് മേടിച്ചപ്പോ ഒരു പണിയായി ആ, പോയി. അളന്നൊന്നും കടയിൽ നിന്നപ്പോൾ ആ ഇത്രയും വലിപ്പം ഉണ്ടെന്ന് ഭയങ്കര അറിയത്തില്ലായിരുന്നു. കടയിൽ വന്നപ്പോ അത്യാവശ്യം ചെറുതായിരുന്നു. ഉം. അന്നേനെ നമ്മൾ നോക്കി മേടിച്ചതാ. പക്ഷെ ഇവിടെ വന്നപ്പോ ഒടുക്കത്തെ വലിപ്പവും. ഈ ഡോറിന് അങ്ങോട്ട് കയറത്തില്ല. അകത്തോട്ട് കയറി വീടിന്റെ അതെ, അടുക്കളയിലോട്ട് കയറ്റാൻ പറ്റുന്നില്ല. അടുക്കളയിലോട്ട് കയറ്റണമെങ്കിൽ ഇനി നമ്മുടെ ഈ രണ്ട് ഡോറ് ഡോറല്ലേ, ഈ രണ്ട് അഴിച്ചിട്ട് ഡോറും അയക്കണം. കയറ്റി വെച്ച് തരാമെന്ന് അവർ പറഞ്ഞു. സാംസങ്ങിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ നാളെ കഴിഞ്ഞ് വന്ന് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. അതെ, ഇരിക്കട്ടെ. നാളെ കുഞ്ഞിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയാട്ടോ. ആ കൂർക്ക മെഴുക്ക് വരട്ടി. കിഴങ്ങ് വെക്കരുത്. കിഴങ്ങ് എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ. ആ കൂർക്ക സീസണിലല്ലേ കിട്ടത്തുള്ളൂ. കൂർക്കയുടെ സീസണില് എപ്പോഴും കിട്ടത്തില്ലേ? എപ്പോഴും കിട്ടുമല്ല. നമ്മൾ അപ്പുറത്ത് താമസിച്ചപ്പോഴേ അവിടെ കുറെ അച്ചമ്മച്ച് കൂർക്ക നട്ടായിരുന്നു. അത് കൂട്ടാണോ? അതല്ല, ഇത് ഇപ്പൊ ഇന്നലെ മിനിയാന്ന് വാങ്ങിച്ച കൂർക്കയാ. കൂർക്ക നമുക്ക് മെഴുക്ക് വരട്ടി വെക്കാം. ഞങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മമ്മയെ കൂർക്ക തേങ്ങ വറുത്തരച്ച് ചാറ് വെച്ച് തരുമായിരുന്നു. നല്ല ടേസ്റ്റാ അത്. ഇഷ്ടമായിരുന്നല്ലേ? അത് നല്ലതാ. തോരൻ വെച്ചാലും നല്ലതാ, മെഴുക്ക് വരട്ടി വെച്ചാലും നല്ലതാ, കൂർക്ക എങ്ങനെ വെച്ചാലും നല്ലതാ. നിനക്ക് എന്നാടാ ഇഷ്ടമില്ലാത്ത? എനിക്ക് കൂർക്ക ഇഷ്ടമല്ല. കിഴങ്ങിന് തിന്നുന്ന അത് പറ്റിക്കുന്ന പോലെ എനിക്ക്. കിഴങ്ങിന് ടേസ്റ്റ് അല്ല കൂർക്കയ്ക്ക്. അല്ല, കൂർക്കയ്ക്ക് വേറെ ടേസ്റ്റാ. നല്ലതല്ലേ? എനിക്കിഷ്ടമല്ല കൂർക്ക. രാത്രിയിലത്തേക്ക് എന്താ? ഇഷ്ടമാണേലും ഇല്ലെങ്കിലും നാളത്തേക്ക് ഞാനിത് മെഴുക്ക് വരട്ടി വെക്കും. രാത്രിയിലത്തേക്ക് എന്നതാ? രാത്രിയിലത്തേക്ക് ബീട്രൂട്ട് തോരൻ ഇരിപ്പുണ്ട്. ചമ്മന്തി, ഇത് ഞാൻ രാവിലെ ദോശയ്ക്ക് ചമ്മന്തി അരച്ചായിരുന്നു. അപ്പം കുറച്ച് ചമ്മന്തി ബാക്കി വന്നു. കളയാൻ പറ്റത്തില്ലല്ലോ. അതിനെ നമ്മൾ വറ്റിച്ച് നന്നായിട്ട് വറുത്തെടുക്കും. അപ്പം ചോറിന് കൂട്ടാൻ നല്ലതാ. എന്തൊക്കെ കാണണോ? പിന്നെ കളയാൻ പറ്റുമോ? ഇത്രയും ചമ്മന്തി ഇല്ലേ. ഞാൻ ബൾക്കിങ് തുടങ്ങി. ഇനി തൊട്ട് തീറ്റയുടെ ആറാട്ടായിരിക്കും. നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഉച്ചയ്ക്ക് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞേ. കാർബ് കട്ട. ഞാൻ നാളെ തൊട്ട് കാർബ് കട്ട, ചോറൊന്നും വേണ്ട ഉച്ചയ്ക്ക്. പിന്നെ എന്താണാവോ ഭക്ഷിക്കുന്നത്? ഇതിലൊക്കെ നീ എന്നെ കിളി കൊണ്ടാനോ വല്ലതും ആണോ? പഴം തിന്ന് ജീവിക്കാൻ. പക്ഷേ കാലോറീസും പൊട്ടാസ്യം കൂടുതലാണ്. അത് കഴിക്കണം ബൾക്കിൻ്റെ. അപ്പൊ നാളെ ഞാൻ ഉച്ചയ്ക്ക് എന്നാ തന്നു വിടണ്ടേ? ഏത്തപ്പഴം, മുട്ട. അപ്പൊ ഞാൻ ഈ കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ നാർക്ക് കൊടുക്കും. അതും വെച്ചോ, കാർബ് മാത്രമേ കേട്ടുള്ളൂ. പച്ചക്കറിയൊക്കെ കഴിക്കാം. എനിക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിട്ടാ ജിമ്മിൽ പോകുന്നത്. വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ജിമ്മിൽ പോവാന്ന് പറഞ്ഞ് പോവാ, വരിക ഫുഡ് അടിക്കുക. വർക്ക് ചെയ്യുമ്പോൾ ഫുഡ് തിന്നണം. നമ്മുടെ കൂർക്ക വെച്ച് ഹെൽപ്പ് ചെയ്താൽ മതി. കൂർക്ക തിന്നും, ചോറ് മാത്രമേ കേട്ടുള്ളൂ. കൂർക്കയ്ക്കകത്ത് പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂർക്കയെ റെഡിയാക്കിയത് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. ഇനി ബാക്കി അതിനകത്തോട്ട് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. നമ്മുടെ കൂർക്കയെ വെന്ത സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് അതിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റി ചേർക്കാം. കടുക് ഇട്ടു. അതിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഈ കൂർക്കയും ബീഫും കൂർക്കയും പിന്നെ പോർക്കും കൂർക്കയും അങ്ങനെയൊക്കെ വെക്കും. പക്ഷെ നമ്മൾ ഇങ്ങോട്ടൊക്കെ അങ്ങനെ കൂർക്ക ഇട്ടൊന്നും ബീഫും പോർക്കും ഒന്നും അങ്ങനെ വെക്കാറില്ല. തൃശ്ശൂർ സൈഡിലോട്ടൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? അത് എറണാകുളം തൃശ്ശൂരൊക്കെ വെക്കുമെന്ന് തോന്നുന്നു. നമ്മളിതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? ഒന്നിൻ്റെ കൂടെ വേറെ എന്നെ ബീഫിൻ്റെ ഒക്കെ കൂടെ വേറെ ഒന്നും ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ മൂത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു സവോളയും കൂടെ എടുത്തിട്ടുണ്ട്.
നമുക്കേ ഇതന്നെ കുറുക്കിക്കകത്ത് ഇനി സെറ്റ് ചെയ്യണ്ടേ. ഇനി അത് മുളക് ചതച്ച മുളകും കൂടി ഇട്ടോളൂ. നമ്മൾ നല്ല മുളക് നല്ല അടിപൊളിയായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച മുളക് ഇട്ട് കൊടുത്തു. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. ആ കൂർക്കയുടെ മണം അടിക്കുമ്പോൾ തന്നെ ഒരു നല്ലല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം വാരുന്നുണ്ടായിരുന്നു. എനിക്ക് കൂർക്ക ഇഷ്ടമില്ലായിരുന്നു നേരത്തെ. ഇപ്പൊ ഞാനത് വേവിച്ച് വെച്ചപ്പോ അതിന്റെ പകുതി പെറുക്കി തിന്നു. ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടെ വഴണം. ഇല്ല, ഇത് വഴണം. ഇനി അതിനകത്തോട്ട് കുറച്ച് അത് ഇച്ചിരി മീറ്റ് മസാലയും ഗരം മസാല പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ അത് മിക്സ് ചെയ്ത് അതും കൂടെ ഇട്ട് ഇതും കൂടെ ഇടാം. ഇളക്കി. ഈ കൂർക്ക മെഴുക്കുവരട്ടിയുടെ കൊടുത്ത് കോമ്പിനേഷൻ എന്നാന്നറിയോ? നല്ല മോര് കാച്ചിയതും കൂർക്ക മെഴുക്കുവരട്ടിയും ഉണക്കമീൻ വറുത്തതും. ഉണക്കമീൻ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു. ഞാൻ 2 ആഴ്ച പറഞ്ഞിട്ട് പുറകെ നടന്ന് പറഞ്ഞിട്ട് അതിന് താങ്കൾ പറഞ്ഞത് മുള്ളംകുറിച്ചിയല്ലേ? മുള്ളംകുറിച്ചി ഒരു കടയിലും ഇല്ലായിരുന്നു, ഇന്നാ കിട്ടിയത്. നല്ല മീനാന്ന് തോന്നുന്നു. ഇച്ചിരി മുഴുത്ത മീനാ അല്ലേ ഇത്? കുഴപ്പമില്ല, അത്യാവശ്യം നാളെ വലിയ കുഴപ്പമില്ല. അടിപൊളി ലഞ്ചാ കേട്ടോ. എല്ലാം കൂടെ കൂട്ടി ചൂട് ചോറ്. പക്ഷെ ചൂട് അത് മറ്റേ വൈകുന്നേരം ഓംപ്ലേറ്റ് ഇടിച്ചു കൊടുക്കാനത്. ഞാനോ അതിന് ഇതും കൂടി അതല്ലേ കാന്താരി. അത് മുളകിന്റെ 4 സൈഡ് മാത്രം അരിഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരുന്നു. അപ്പൊ ഇനി നമുക്ക് കൂർക്കയും കൂടെ ഇട്ടാലോ? സെറ്റായെന്ന് തോന്നുന്നല്ലേ? കൂർക്കയും കൂടി ഇട്ട് കൂർക്കയും കൂർക്കയുടെ വെള്ളം എല്ലാം ഒന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് പറ്റിച്ചു വെക്കും. രാവിലെ ഇതൊന്നുകൂടെ ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല ഇളക്കി ഉണക്കി എടുക്കും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്റെ കറി പോയേ. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഓടിക്കാനേ. കറി കൊള്ളത്തില്ല കേട്ടോ, മണമൊന്നും വരുന്നില്ല. കൂർക്ക നമ്മളെ ഇങ്ങനെ പറ്റിച്ചു വെച്ചു. നാളെ രാവിലെ ബാക്കി റെഡിയാക്കി. പറ്റിച്ചു? ഞങ്ങളെ പറ്റിച്ചു? അല്ല, ഇത് നാളത്തേന് ഇന്ന് തരുമായിരിക്കും. ഇല്ല, നാളത്തേന് പറ്റിച്ചു വെച്ചല്ല. രാവിലെ ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്ക് സമയം പോകുമല്ലോ, അതുകൊണ്ട് ഇപ്പൊ അങ്ങ് ഉണ്ടാക്കി വെച്ചു. ഇന്നിപ്പോ വൈകുന്നേരം എന്നാ കഴിക്കാൻ? ഇന്ന് വൈകുന്നേരം നല്ല സ്പെഷ്യൽ സാധനങ്ങളൊക്കെ അറിയോ? ഇത് രാവിലത്തെ ചമ്മന്തി, ദോശയുടെ ചമ്മന്തി ആയിരുന്നു. അത് ബാക്കി വന്നത് കളയാതെ നമ്മള് പറ്റിച്ചുണക്കി എടുത്തു. ചോറിന് കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റാ. നമ്മുടെ ബീട്രൂട്ട് തോരൻ. ഈ ചുവപ്പ് ചീര ഇപ്പൊ എങ്ങും കിട്ടാനില്ല അല്ലേ? പച്ചച്ചീര ഇലയിലേക്ക് കാണുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. വേണമെങ്കിൽ അച്ചാറും കൂടെ തരാം, മാങ്ങയോ നെല്ലിക്കയോ. കൊള്ളാം. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നാളെ കാണാം അല്ലേ? നാളെ കാണാം.